സംഭാലിലെ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ വ്യാപക റെയ്ഡ് നടത്തി യു പി പോലീസ്. അക്രമകാരികളെ പിടികൂടാനെന്ന വ്യാജേനയാണ് വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. അതേസമയം യു പിക്ക് പിന്നാലെ രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലും അവകാശവാദവുമായി സംഘപരിവാർ രംഗത്ത് വന്നു. സംഭലിലെ സംഘർഷത്തിന് പിന്നാലെ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിലെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. അക്രമകാരികളെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് റെയ്ഡ് നടത്തിയത്. കലാപം നിലനിൽക്കുന്ന മേഖലയിൽ നിന്നും നിരവധി ആളുകൾ ഇതിനോടകം പലായനം ചെയ്തു. അക്രമത്തിനിടെയുണ്ടായ 2 കോടി രൂപയുടെ നഷ്ടം പ്രതികളിൽ നിന്നും ഈടാക്കുമെന്ന് ഡിവിഷണൽ കമ്മീഷണർ അഞ്ജന കുമാർ സിംഗ് പറഞ്ഞു. അതേസമയം ബാബരി, ഗ്യാൻവാപ്പി, ഷാഹിജുമാ മസ്ജിദുകൾക്ക് പിന്നാലെ അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ച് സംഘപരിവാർ രംഗത്തെത്തി. പഴയ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന ഹർജിയിൽ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും മറുപടി നൽകാൻ അജ്മീർ ജില്ലാ കോടതി നോട്ടീസ് അയച്ചു. ദർഗയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും സർവേ നടത്തി ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള അവകാശം നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജിക്കാരുടെ അവകാശം ദർഗാ കമ്മിറ്റി നിഷേധിച്ചു. യു പിക്ക് പിന്നാലെ സമുദായങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷം പടർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് രാജസ്ഥാനിലെ BJP സർക്കാരിന്റെ ശ്രമം. കൈരളി ന്യൂസ്, ദില്ലി.